എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ഇന്ത്യ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തൃശൂർ ജില്ലയിലെ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ആണ് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം പ്രിൻസി. ഈ ഒരു ഭരണ കാലഘട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മുടെ 2020 ഡിസംബർ 30 നമ്മുടെ ഭരണസമിതി 16 അംഗ ഭരണസമിതി കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിന് അധികാരമേറ്റു. അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത്, സർക്കാരിനോടൊപ്പം നിന്ന് ഊന്നൽ കൊടുത്തത് മാലിന്യ സംസ്കരണമായിട്ടുള്ള പദ്ധതിക്കാണ് ഏറ്റവും ഊന്നൽ കൊടുത്തത്. 2021 ഫെബ്രുവരി മാസത്തിൽ തന്നെ നമുക്ക് ജില്ലയിലെ മാലിന്യ സംസ്കരണത്തില് ജില്ലയിലെ മികച്ച പഞ്ചായത്തായിട്ട് തന്നെ നമുക്ക് 1ാം സ്ഥാനം നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് മാലിന്യ സംസ്കരണത്തിന് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനമൊക്കെ എന്നും ഈ 5 വർഷമായിട്ട് നമ്മൾ ജില്ലയിൽ 1ാമതാണ്. QR കോഡ് വഴിയുള്ള കളക്ഷനും അതുപോലെ തന്നെ MCF 2 ഉണ്ട് നമ്മുടെ പഞ്ചായത്തില്. മിനി MCF 16 വാർഡിലും നമ്മൾ നേരത്തെ തന്നെ 2 വർഷം മുമ്പ് തന്നെ എല്ലാ വാർഡുകളിലും മിനി MCF ഇപ്പോൾ നമ്മുടെ 2 മിനി MCF ആയി വാർഡുകളിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ PO നല്ലൊരു സഹകരണമാണ് പഞ്ചഭരണ സമിതിയോടൊപ്പം ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ തന്നെ മാലിന്യ സംസ്കരണം നമ്മുടെ പഞ്ചായത്തിൽ മികച്ച രീതിയിൽ എന്നും ജില്ലയിൽ 1ാമതായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണല്ലോ സർക്കാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഈ അജൈവ മാലിന്യത്തോടൊപ്പം തന്നെ അതിന്റെ സംസ്കരണത്തിന് നമ്മൾ മികച്ച നേട്ടം നേടുന്നതോടൊപ്പം തന്നെ ജൈവമാലിന്യത്തിന്റെ കാര്യത്തിലും നമ്മൾ ബയോബിന് എല്ലാ വർഷവും പദ്ധതി വെച്ചിട്ട് ബയോബിന്നുകൾ വീടുകളിലേക്ക് അപേക്ഷകർക്ക് മുഴുവൻ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പോ ബയോബിന് എല്ലാ വീടുകളിലേക്കും എത്തിച്ച് അത് വളമാക്കി മാറ്റുന്ന ഒരു നല്ല രീതിയിൽ അവരത് ഉപയോഗിക്കുന്നു. അവർക്ക് വാർഡുകളിലേക്ക് നമുക്ക് തന്നെ സംരംഭമായിട്ട് സ്വന്തം ഒരു ഇനോക്കുലം യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തില്. ആ യൂണിറ്റിൽ നിന്നും നല്ല ഇനോക്കുലം വാർഡുകളിൽ ഓർഡർ എടുത്തിട്ട് മെമ്പർമാർ വഴി ഓർഡർ എടുത്ത് ഹരിത കർമ്മസേന വഴി ഈ ഇനോക്കുലം അവർക്ക് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. മിതമായ റേറ്റിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ബയോബിന്നിന്റെ പ്രവർത്തനം ഈ ഇനോക്കുലം എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ വാർഡുകളിൽ പോകുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ഭവന പദ്ധതിയായിട്ട് ഭവന പദ്ധതി വഴി നമ്മളിപ്പോ 132 വീട് 2019 ലിസ്റ്റ് പ്രകാരം നമ്മളിപ്പോ 132 വീട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. 72 വീട് ഓൺഗോയിങ്ങിലാണ്. എന്താ പറഞ്ഞേ? പിന്നെ അപ്പൊ നമ്മള് പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. പ്രിൻസി, തുടരാം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ വീടുകളുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ അപേക്ഷിച്ച മുഴുവൻ പേർക്കും തന്നെ സ്ഥലം ഉള്ളവർക്ക് സ്ഥലം വീട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. 72 ഭവനങ്ങളുടെ പണി ഓൺഗോയിങ്ങിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ. അതുപോലെ തന്നെ അതിദരിദ്ര മേഖലയിലായാലും നല്ല രീതിയിൽ തന്നെ അതും നമ്മൾ 97% പൂർത്തീകരിച്ചു കഴിഞ്ഞു മാർച്ച് 31 മുമ്പ്. ഇനി നമുക്ക് 2 പേർക്കാണ് ഒരു സുമംഗലയ്ക്ക് ഒരു സ്ഥലം ഉണ്ട്, വീട് കൊടുക്കണം. പിന്നെ ജാസ്മിന് സ്ഥലം കിട്ടിയിട്ടില്ല. സ്ഥലം ലഭ്യമായാൽ നമുക്കത് വീട് കൊടുക്കാനുള്ള എല്ലാ നടപടിയിലേക്കായിട്ടുണ്ട്. ബാക്കിയെല്ലാം അവർക്ക് ഭക്ഷണം വേണ്ടവർക്ക് ഇപ്പൊ സ്പോൺസർഷിപ്പ് വഴി നമ്മൾ 7 പേർക്ക് ഭക്ഷണം ആവശ്യമുള്ളവർക്ക് അതൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിദാരിദ്ര്യമായ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വാസയോഗ്യമായ വീടുകൾ എല്ലാവർക്കും എത്താൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ളം വലിയൊരു വേനലിനെ അതിജീവിക്കാനിരിക്കുകയാണ് ഈ സംസ്ഥാനം ഒട്ടാകെ. ഇത്തരത്തിൽ കുടിവെള്ളം എല്ലാ ആളുകളിലേക്കും എത്തുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പൊതുജലാശയങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വർഷവും പ്രൊജക്ട് വെക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രൊജക്ട് വെച്ച് നമ്മുടെ തന്നെ എല്ലാ ജലാശയങ്ങളും നമ്മുടെ വാർഡിലെ എല്ലാ തോടുകളും അതുപോലെ തന്നെ പൊതുകുളങ്ങളും അതുപോലെ പഞ്ചായത്തിന്റെ കിണറുകളും പഞ്ചായത്തിന്റെ എല്ലാം തന്നെ എല്ലാ വർഷവും പ്രൊജക്ട് വഴി നമ്മൾ അത് ശുചീകരിക്കുകയും വെട്ടി സംരക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറിഗേഷൻ, പിന്നെ കുടിവെള്ളത്തിനെ ഏറ്റവും ആശ്രയിക്കുന്നത് നമ്മളെ ചാലക്കുടി പുഴ നമ്മുടെ 14 വാർഡിനും ചുറ്റി പോകുന്നതാണ്. അതുകൊണ്ട് ഇറിഗേഷൻ പദ്ധതികൾ വളരെ ഭംഗിയായിട്ട് എല്ലാ വർഷവും ഇറിഗേഷൻ പദ്ധതികൾക്ക് നമ്മൾ ഫണ്ട് വെക്കുന്നു. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ ഇറിഗേഷൻ പദ്ധതി വഴി എല്ലാവർക്കും അത് എല്ലാ വർഷവും നമ്മൾ ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് ഫണ്ട് വാങ്ങി പുതിയ മോട്ടോർ സ്ഥാപിക്കേണ്ട വാർഡുകളിൽ മോട്ടോർ സ്ഥാപിച്ചു കൊടുക്കും. അതുപോലെ തന്നെ എക്സ്റ്റൻഷന് വേണ്ടി ഫണ്ട് വെക്കും. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇറിഗേഷന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതുകൊണ്ട് കുടിവെള്ളത്തിനും പരമാവധി ക്ഷാമമില്ല. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 1-2 വാർഡിൽ കുടിവെള്ളം വളരെയധികം രൂക്ഷമായ ക്ഷാമമുള്ള സ്ഥലമായിരുന്നു. അവിടെയൊക്കെ നമുക്ക് മുൻ MLA യുടെ ഒക്കെ ഫണ്ട് വെച്ച് വലിയ പദ്ധതിയൊക്കെ വെച്ച് കുടിവെള്ള ക്ഷാമം
ഒരു പരിധി വരെ 99% എന്ന് പറഞ്ഞാൽ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലാതെ പഞ്ചായത്തിന്റെ കുടിവെള്ള ക്ഷാമത്തിൽ നിന്നും നല്ല രീതിയിൽ ഇത് ഇറിഗേഷൻ പദ്ധതികൾ നടപ്പിലാക്കിയും പിന്നെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ വഴിയായിട്ട് നമുക്ക് ഒരുപാട് കണക്ഷനുകളൊക്കെ കൊടുക്കാനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ മിഷൻ പദ്ധതി വഴി നമ്മുടെ എല്ലാതര ഭാഗത്തും എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ചാലക്കുടി പുഴയ്ക്ക് ചേർന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. വേനൽക്കാലത്ത് പുഴയെ ആശ്രയിക്കുന്നു. അതോടൊപ്പം തന്നെ മഴക്കാലത്ത് അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ? മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ചാലക്കുടി പുഴ നമ്മുടെ പഞ്ചായത്തിൽ 14 വാർഡിനെയും ചുറ്റി പോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഗുണം ഉള്ളതുപോലെ തന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നം തന്നെയാണ്. പ്രളയം നമ്മൾ നന്നായി നേരിട്ട് 2018 പ്രളയത്തിൽ ഒരു 90% ഭാഗം നമ്മുടെ പഞ്ചായത്തിന്റെ മുങ്ങിപ്പോയ ഒരു പഞ്ചായത്ത്. വളരെയധികം പ്രളയത്തിന്റെ തീവ്രത നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ നല്ല രീതിയിൽ അതിന് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് മഴക്കാലം നമുക്ക് ഒരു ഭീഷണി ഉണ്ട്, ഇല്ല. അപ്പൊ നമ്മൾ അതിനെ നേരിടാനായിട്ട് പല രീതിയിലുള്ള മാർഗങ്ങൾ വഴിയും ഏറ്റവും കൂടുതൽ നല്ല മഴ പെയ്ത് വെള്ളം കയറുന്നുള്ള ഒരു സാഹചര്യം വന്നാൽ നമുക്ക് അറിയിപ്പുകൾ തരുന്നുണ്ട്. അതനുസരിച്ച് വേഗം നമ്മൾ ക്യാമ്പുകളിലേക്ക്, നമ്മുടെ തന്നെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ക്യാമ്പുകളിലേക്ക് അപ്പോൾ നമ്മൾ ഇത് മാറ്റി പാർപ്പിക്കും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കും. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടല്ലേ? ഉണ്ടാകാറുണ്ട്. എല്ലാ വർഷവും തന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് എല്ലാ വർഷവും. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശമാണോ? അത്തരത്തിൽ കൃഷിക്കാർക്കും കർഷകർക്കായിട്ടുള്ള ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നൽകി വരുന്നത്? അവർക്കായിട്ടുള്ള ഈ മുട്ടക്കോഴി വിതരണം, ഈ കിടാങ്ങളെ വിതരണം ചെയ്യൽ തുടങ്ങിയ പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്തിൽ നടക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ മുട്ടക്കോഴി വിതരണം ഒരു 2 വർഷം നടത്തി. അതത്ര അങ്ങോട്ട് വിജയിക്കണില്ല. നമ്മൾ പദ്ധതിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചൂട് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ആ പദ്ധതി വനിതകൾക്ക് അത് നമ്മൾ നിർത്തി. പക്ഷെ ഇപ്പൊ ഒരുപാട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ജാതി കർഷകർക്ക് ജൈവവളം കൊടുക്കുന്നു. അതുപോലെ തന്നെ മരുന്ന് തെളിച്ചു കൊടുക്കുന്നു. ഇടവിള കൃഷിക്ക് എല്ലാ വർഷവും ഇടവിള കൃഷി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെൽകൃഷിക്ക് ഒരുപാട് പ്രോത്സാഹനം നമ്മുടെ പഞ്ചായത്തിൽ കൂടുതൽ നെൽകർഷകരാണുള്ളത്. തരിശ് ആയിട്ട് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തരിശായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നു. കൃഷിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സർക്കാർ തലത്തിൽ കിട്ടുന്ന ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഒക്കെ വെച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇടവിള കൃഷിയായിട്ട് ഈ വർഷം കൂടി നമ്മളിപ്പോ ചേന, ചേമ്പ്, കാച്ചില്, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ ഇഞ്ചി, മഞ്ഞള് എല്ലാം തന്നെ 10 കിലോ തൂക്കം വെച്ച് എല്ലാ അപേക്ഷകർക്ക് മുഴുവൻ പേർക്കും തന്നെ വിതരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ ഈ തേനീച്ച വളർത്തലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ഈ വർഷം പ്രൊജക്ട് വെച്ച് 10 പേർക്ക് 12ഓളം പേർക്ക് നമ്മൾ തേനീച്ച കർഷകർക്ക് പ്രോത്സാഹനമായിട്ട് സബ്സിഡി നിരക്കിൽ 50% സബ്സിഡി നിരക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീ ശാക്തീകരണത്തിലും കുടുംബശ്രീകളുടെ പ്രവർത്തനങ്ങളായാലും തന്നെ തൊഴിൽ സംരംഭങ്ങൾ എന്തെങ്കിലും നൽകി വരുന്നുണ്ടോ? അതിനായിട്ടുള്ള പദ്ധതികൾ എങ്ങനെയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചു വരുന്നത്? ഉറപ്പായിട്ടും നമുക്ക് സ്ത്രീ ശാക്തീകരണ മേഖലയിൽ നമ്മൾ നല്ല രീതിയിൽ അതിലൊരു ഉദാഹരണം പറയുന്നത് നമ്മൾ 16 വാർഡില് 10 വാർഡും വനിതകളാണ്, 6 വാർഡാണ് പുരുഷന്മാരുള്ളൂ. അതുപോലെ തന്നെ കുടുംബശ്രീ നല്ല രീതിയിൽ ജില്ലയിൽ തന്നെ മികച്ച കുടുംബശ്രീയിലായിട്ട് ഒന്നാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇത്രയും കൂടുതലധികം കുടുംബശ്രീകളില് നമ്മുടെ CDS ആണ് മികച്ച. കാടുകുറ്റി CDS മികച്ച സ്ഥാനമാണ്. 118ലധികം സ്വയം തൊഴിൽ ചെയ്യുന്ന സംരംഭകർ നമ്മുടെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം സംരംഭകരായിട്ട് ഉണ്ട്. മികവ് എന്നുള്ള ഇതൊക്കെ അവർ നടത്തി വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ 126 JLG, 117 സംരംഭങ്ങളും 16 ഓക്സിലറി ഗ്രൂപ്പും 267ലധികം മറ്റേ കുടുംബശ്രീകളുണ്ട്. 4000ലധികം വനിതകള് കുടുംബശ്രീയിലെ അംഗങ്ങളാണ്. നമ്മുടെ നല്ല രീതിയിൽ തന്നെ കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വയം തൊഴിൽ ചെയ്യുന്ന 118 സംരംഭകരുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഈ വ്യവസായ വകുപ്പിന്റെ ഇന്ത്യൻ വഴി നമ്മൾ ഇവിടെ ജില്ലയിൽ സർക്കാർ വെക്കുന്ന ടാർഗറ്റ് നമ്മൾ മുട്ടിച്ച് അതിലധികം വ്യവസായങ്ങൾ വരുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. വളരെയധികം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സൂക്ഷ്മ സംരംഭങ്ങളും മറ്റു സംരംഭങ്ങളും ഒക്കെ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കി. ഇത്തരത്തിലുള്ള സംരംഭങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? നമുക്ക് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പ്രളയം ഒരു വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ച്. പിന്നെ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഈ നമ്മുടെ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് വാട്ടർ അതോറിറ്റിയുടെ
ജലജീവൻ മിഷൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരു പ്രാദേശിക സർക്കാർ എന്ന നിലയ്ക്ക് ജനങ്ങളുടെ ഒരു വികാരം നമുക്ക് എതിരായിട്ട് മാറാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ എത്തി. ഈ വാട്ടർ അതോറിറ്റി നല്ല റോഡ് മുഴുവനും നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി സർക്കാരിന്റെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ അനുമതി കൊടുത്തതാണ്. പക്ഷെ അത് സമയബന്ധിതമായിട്ട് വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കാത്ത റോഡുകൾ മുഴുവൻ ഒരു 80% റോഡുകളുടെയും പല ഭാഗങ്ങളും ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നമ്മൾ നേരിടുന്നത്. തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പിന്നാക്ക വിഭാഗത്തിലായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ തന്നെ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം തുടങ്ങിയിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്തുകൾ ആവിഷ്കരിക്കാറുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഏത് പദ്ധതികളാണ് ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഉറപ്പായിട്ടും നമ്മൾ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ പഠനമുറി ഇതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാർക്ക് നമ്മൾ വാട്ടർ ടാങ്ക്, അതുപോലെ തന്നെ മറ്റ് ഭവന പദ്ധതി, വീട് മെയിൻ്റനൻസ് ഇതെല്ലാം തന്നെ പിന്നോക്ക വിഭാഗക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. കട്ടില് SC വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും വയോജനങ്ങൾക്ക് SC വിഭാഗത്തിന് തിരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് കട്ടില്. അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ട. അത് നമ്മുടെ SC വിഭാഗത്തിലൊക്കെ 100% പദ്ധതി വിഹിതം ചെലവഴിക്കാറുണ്ട്. വയോജനങ്ങൾക്ക് കട്ടിലടക്കം നൽകുന്ന ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഈ ഒരു പഞ്ചായത്ത് ഏതൊക്കെ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? ഭിന്നശേഷി വിഭാഗക്കാർക്ക് നമ്മൾ എല്ലാ വർഷവും പ്രൊജക്ട് വെച്ച് ഉപകരണങ്ങൾ, അവർക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം നമ്മൾ നൽകി വരാറുണ്ട്. ഭിന്നശേഷിക്കാർക്ക് അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ശാരീരിക പരിമിതികൾക്ക് അനുസരിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അത് പഠിച്ചുകൊണ്ട് എല്ലാവർക്കും തന്നെ പ്രായഭേദമന്യേ നമ്മൾ അത് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ പഠനോപകരണങ്ങളും മറ്റേ എന്താ അവരുടെ ഡോക്ടർ പരിശോധിച്ച് അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്താ വേണ്ടേ ആ ഉപകരണങ്ങൾ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ എല്ലാ വർഷവും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ ഭിന്നശേഷി കലോത്സവം നടത്തി. നല്ല മികച്ച രീതിയിൽ തന്നെ ആണ് അവർ കലോത്സവം നടത്തി. അവർക്ക് എല്ലാവർക്കും തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ സമ്മാനങ്ങൾ നൽകി വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ പിരിഞ്ഞു പോയത്. ഭംഗിയായിട്ട് നമ്മൾ ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങളൊക്കെ VHDS വഴി നന്നായിട്ട് തന്നെ അംഗൻവാടി വഴി നന്നായിട്ട് ചെയ്തു. ഇനി ഈ ഒരു ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവിയിൽ നമ്മൾ നടപ്പാക്കാൻ നമുക്ക് ഇപ്പൊ നമ്മുടെ ഭരണസമിതി തുടങ്ങി 2 വർഷം 2022 മുതൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു പഞ്ചായത്തിന് ഒരു കളിസ്ഥലം എന്നൊരു പദ്ധതിയാണ്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് അവസാനം നമ്മുടെ ഭരണസമിതിയുടെ അവസാനത്തെ വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ പല ഒന്ന് എന്നുള്ള അതിന്റെ അനുമതികൾ വാങ്ങി, സർക്കാർ അനുമതികൾ ഘട്ടമായിട്ട് നമ്മൾ വാങ്ങി അവസാനം ഇപ്പൊ മന്ത്രിയുടെ പ്ലാനിങ്ങിലാണ് നമ്മുടെ അവസാനത്തെ ലോൺ അനുമതിക്കുള്ള നിൽക്കുന്നത്. ആ ഒരു തടസ്സം മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സർക്കാർ അനുമതി കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും അത് വാങ്ങാം. അതിനു മുമ്പ് തന്നെ കുറച്ച് ജനകീയ ഫണ്ട് വഴി കളക്ട് ചെയ്ത് നമ്മൾ ഈ സാമ്പത്തിക വർഷം തന്നെ കുറച്ചെങ്കിലും സ്ഥലം വാങ്ങാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. ഏകദേശം അത് നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മളൊരു നീന്തൽക്കുളം ആവശ്യം യാഥാർത്ഥ്യമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ആണ് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. നന്ദി ശ്രീമതി പ്രിൻസി.